നമസ്കാരം. VMTV ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എന്ന വാർത്തയാണ് വരുന്നത്. ബിലു, എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ? അനുജ, BJPയുമായി ഇടഞ്ഞ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നു എന്നുള്ള വലിയ വാർത്തയാണ് ഈ മണിക്കൂറിൽ നാം റിപ്പോർട്ട് ചെയ്യുന്നത്. കോൺഗ്രസ് നേതാക്കളുള്ള വേദിയിൽ വെച്ച് കെ സുധാകരൻ സന്ദീപ് വാര്യരെ ഷോൾ അണിയിച്ച് സ്വീകരിക്കുകയാണ്. ദീപാദാസ് മുൻഷി, ബെന്നി ബെഹനാൻ, ഷാഫി പറമ്പിൽ എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖ നേതാക്കളാണ് സന്ദീപ് വാര്യരെ സ്വീകരിക്കാൻ വേദിയിൽ അണിനിരഞ്ഞത്. വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിൽ നിന്നും സാഹോദര്യത്തിന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള സന്ദീപ് വാര്യർക്ക് സ്വാഗതമെന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. സന്ദീപ് വാര്യരുടെ പാർട്ടി പ്രവേശം കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷകളാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് കെ സുധാകരനും പ്രതികരിച്ചു. KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്ന് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ ദിവസമാണ്. കുറെ കാലമായി BJPയുടെ ശബ്ദവും മുഖവുമായിരുന്നു സന്ദീപ് വാര്യർ. മതേതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കണമെന്ന അദ്ദേഹത്തിന്റെ തീരുമാനത്തിന്റെ ഫലമായാണ് കോൺഗ്രസ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കോൺഗ്രസിനെ വർഗീയ പാർട്ടി എന്ന് വിശേഷിപ്പിക്കുന്നവരാണ് BJPയും CPMും. അതിനു മുന്നിൽ ജനങ്ങൾക്കുള്ള ഉത്തരമാണ് സന്ദീപ് വാര്യരുടെ ഈ കോൺഗ്രസ് പ്രവേശം എന്നാണ് പറഞ്ഞത്. VD സതീശന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ അവസാന ദിവസങ്ങളിൽ വ്യാപകമായ വർഗീയ പ്രചരണം നടത്താൻ പാലക്കാട് BJPയും സംഘപരിവാറും ശ്രമിക്കുകയാണ്. അതിന് കുടപിടിക്കുന്ന സമീപനമാണ് സർക്കാർ നടത്തുന്നത്. ചേലക്കരയിലും ക്രൈസ്തവ ഭവനങ്ങളിൽ മുനമ്പും വിഷയവുമായി ബന്ധപ്പെട്ട് ലഘുലേഖകൾ വിതരണം ചെയ്തു. കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു. എന്നിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. അത് മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി നടത്തിയതാണ്. BJPയുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഗോപാലകൃഷ്ണനും വർഗീയമായ ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രചരണം നടത്തി എന്നൊക്കെയാണ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ശബരിമല പോലും ഇപ്പോൾ വർഗീയ ഭൂമിയാക്കിയിരിക്കുന്നു. വാവര് നട പൊളിക്കണമെന്ന് പറഞ്ഞിട്ടും സർക്കാരിന് അനക്കമില്ല. സ്റ്റാൻസ്വാമിയെ അറസ്റ്റ് ചെയ്തത് സംഘപരിവാറിന്റെ വർഗീയതയാണ്. ഏതായാലും മണിപ്പൂരിനെ കാണാതെയാണ് കേരളത്തിലെ ക്രൈസ്തവർക്ക് വേണ്ടി പറയുന്നത്. ഇതിനെതിരെയുള്ള പോരാട്ടമാണ് കോൺഗ്രസിൻ്റേത് എന്നും VD സതീശൻ പ്രതികരിച്ചു. ഏതായാലും സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള പ്രവേശനം വളരെ ആവേശപൂർവ്വമാണ് കോൺഗ്രസിന്റെ അണികളും കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ ചേർന്ന് സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങൾ ഇനി എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പാലക്കാട് ഇലക്ഷൻ സമയത്ത് തന്നെ BJPയിൽ നിന്നും കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ മാറിയത് BJPക്ക് ഒരു തിരിച്ചടിയായിരിക്കുകയാണ്. രാജ്യത്തെ നടക്കുന്ന ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത്. ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ മെഡിക്കൽ കോളേജിൽ 10 നവജാത ശിശുക്കൾ വെന്തു മരിച്ചു. ഇന്നലെ രാത്രിയോടെ മെഡിക്കൽ കോളേജിലുണ്ടായ തീപിടുത്തമാണ് ഈ ദാരുണ സംഭവത്തിന് കാരണമായത്. അതിന്റെ കൂടുതൽ റിപ്പോർട്ടിലേക്ക് ഞങ്ങളുടെ ന്യൂസ് റിപ്പോർട്ടർ ബിലു ചേരുന്നു. രാജ്യത്തെ നടുക്കിയ ഒരു വലിയ സംഭവം തന്നെയാണ് ഉത്തർപ്രദേശിലെ ഝാൻസി ജില്ലയിലെ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. മെഡിക്കൽ കോളേജിലുണ്ടായ തീപിടുത്തത്തിൽ 10 നവജാത ശിശുക്കൾ മരണമടഞ്ഞു, വെന്തു മരിച്ചു എന്നുള്ള വാർത്തയാണ് ഏറ്റവും വേദനയോടുകൂടി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. മഹാലക്ഷ്മി റാണിഭായ് മെഡിക്കൽ കോളേജിലാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ വെള്ളിയാഴ്ച രാത്രിയോടുകൂടി തീപിടുത്തമുണ്ടായത്. 37 കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താനായി. ഇതിൽ 16 കുഞ്ഞുങ്ങൾക്ക് സാരമായ പൊള്ളൽ ഏറ്റിട്ടുണ്ട്. 3 കുഞ്ഞുങ്ങളെ രക്ഷിച്ചത് ഉത്തർപ്രദേശിലെ മഹോബ സ്വദേശിയായ കുൽദീപ് ആയിരുന്നു. പക്ഷെ തീപിടുത്തത്തിൽ കുൽദീപിന് സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. 10 ദിവസം മാത്രം പ്രായമുള്ള കുൽദീപിന്റെ മകൻ പതിവ് ചെക്കപ്പിനായി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. കുൽദീപും ഭാര്യയും ഡോക്ടർമാരെ ലോബിൽ കാത്തു നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. ഏതായാലും വാർഡിൽ തീപിടുത്തമുണ്ടായ ഉടനെ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും നവജാത ശിശുക്കളടക്കം 10 പേരുടെ ജീവനാണിപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ഏറ്റവും വേദനയോടുകൂടി തന്നെയാണ് ഈ അമ്മമാരൊക്കെ തന്നെ, പുറത്തുണ്ടായിരുന്ന അമ്മമാരൊക്കെ തന്നെ തങ്ങളുടെ സ്വന്തം മക്കളാണോ അകത്ത് വെന്ത് മരിക്കുന്നതെന്നറിയാതെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുകയായിരുന്നു. രാജ്യം പോലും വിറങ്ങലിച്ചു പോയ, നടുങ്ങിപ്പോയ ഒരു വലിയ ദുരന്തത്തിനാണ് ഇന്ന് ഈ ദിവസം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ശരിക്കും എല്ലാ കുഞ്ഞുങ്ങളെയും ഒരേപോലെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കുൽദീപിൻ്റെ സ്വന്തം കുഞ്ഞും കൂടി അത്തരത്തിൽ വെന്തു മരിച്ചു എന്നുള്ള ആ സംഭവം അറിയാതെയാണ് അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. ഇതൊക്കെ വളരെ വേദനയുണ്ടാക്കുന്ന ചില വാർത്തകളാണ്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന്റെ കാരണമെന്ന് ഇപ്പോൾ സംശയിക്കുന്നു. മരണസംഖ്യ ഉയരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. പൊള്ളലേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അപകടത്തെക്കുറിച്ച് 12 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഝാൻസി ഡിവിഷണൽ കമ്മീഷണർക്കും പോലീസിനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു.
ഉപമുഖ്യമന്ത്രി വിജേഷ് പതയ്ക്കും ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും ഝാൻസിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ഇതുമായുള്ള അന്വേഷണങ്ങൾക്ക് ഇവർ തന്നെയാണ് ഇവിടെ നേതൃത്വം നൽകുന്നത്. വിജനമായ കൃഷിയിടത്തിൽ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിലായിരിക്കുകയാണ്. കോട്ടയം സ്വദേശി ബിന്ദുവാണ് മരിച്ചത്. ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. കോട്ടയം ജില്ലയിലെ മണ്ണാർക്കാടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. വീട്ടമ്മയെ ഒഴിഞ്ഞ കൃഷിയിടത്തിൽ ആണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മണ്ണാർക്കാട് സ്വദേശിയായുള്ള ബിന്ദുവാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഭർത്താവിനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് ബിന്ദുവിൻ്റെ ഭർത്താവായ പ്രമോദിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒക്ടോബർ 26-നാണ് ബിന്ദുവിനെ വിജനമായ കൃഷിയിടത്തിലെ ഷെഡിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തലേ ദിവസം മൂലേപ്പടിയിലെ ഭർത്തൃ സഹോദരൻ്റെ വീട്ടിൽ ബിന്ദു എത്തിയിരുന്നു. പ്രമോദിനൊപ്പമാണ് എത്തിയത്. അന്ന് വൈകിട്ട് മുതലാണ് ബിന്ദുവിനെ കാണാതായത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കൃഷിയിടത്തിലെ പണി ആയുധങ്ങൾ സൂക്ഷിക്കുന്ന ഷെഡിലാണ് ബിന്ദുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. ബിന്ദുവിന് പ്രമോദിൽ നിന്ന് ശാരീരികവും മാനസികവുമായ പീഡനം നേരിടേണ്ടി വന്നിരുന്നുവെന്നും പോലീസ് പറയുന്നു. പോലീസ് അറസ്റ്റ് ചെയ്ത പ്രമോദിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഏതായാലും മറ്റു വിശദാംശങ്ങൾ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കും. അനുജ, മറ്റൊരു വാർത്ത. ആസാം മണിപ്പൂർ അതിർത്തിയിൽ 3 മൃതദേഹങ്ങൾ കണ്ടെത്തി. ഒരു സ്ത്രീയുടെയും 2 കുട്ടികളുടെയും മൃതദേഹങ്ങളാണ് അഴുകിയ നിലയിൽ കണ്ടെത്തിയത്. ബിലു, എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ? മണിപ്പൂർ അസം അതിർത്തിയിലാണ് ഒരു കുഞ്ഞുൾപ്പെടെ 2 പേരുടെ മൃതദേഹങ്ങൾ അഴുകിയ നിലയിൽ കണ്ടെത്തിയത്. ഒരു കുഞ്ഞും 2 കുട്ടികളുടെയും മൃതദേഹം, അതോടൊപ്പം ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മണിപ്പൂരിലെ ജിരിബാമിൽ നിന്ന് ഒരു കുടുംബത്തിലെ 6 പേരെ അക്രമികൾ തട്ടിക്കൊണ്ടുപോയിരുന്നു. ഈ കുടുംബം താമസിച്ചിരുന്ന പ്രദേശത്ത് നിന്ന് 15 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ ലഭിച്ചിരിക്കുന്നത്. മൃതദേഹങ്ങൾ ജീർണിച്ച അവസ്ഥയിലാണെന്നും തിരിച്ചറിഞ്ഞിട്ടില്ലെന്നുമാണ് ഇപ്പോൾ നൽകുന്ന വിവരം. ഈ മാസം 11-ന് നടന്ന അക്രമ സംഭവങ്ങൾക്കിടെയാണ് ഇത്തരത്തിലൊരു തട്ടിക്കൊണ്ടുപോകൽ അരങ്ങേറിയത്. ഒരു കൈക്കുഞ്ഞുൾപ്പെടെയുള്ളവരാണ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ഇവരെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് വ്യാപകമായ രീതിയിൽ പ്രതിഷേധം നടന്നിരുന്നു. തട്ടിക്കൊണ്ടുപോകലിന് പിറകിൽ ചിൻ കുക്കി നാർക്കോ തീവ്രവാദികളാണെന്ന് മെയ്തി വിഭാഗം ആരോപിച്ചിട്ടുണ്ടായിരുന്നു. തട്ടിക്കൊണ്ടുപോയവരിൽ ആരുടെയെങ്കിലും മൃതദേഹമാണോ എന്ന് വ്യക്തമല്ലെന്നും ഇത് DNA അടക്കമുള്ള പരിശോധനകൾ നടത്തിയാൽ മാത്രമേ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് പറയുന്നു. മണിപ്പൂരിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഇവിടെയുള്ള പോലീസ് സ്റ്റേഷൻ പരിധികൾ കൂടി സായുധ സേനയുടെ പ്രത്യേക അധികാര നിയമം ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതായാലും വലിയ ദാരുണമായ സംഭവങ്ങളാണ് ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നത്. അനുജ, ബസ് സ്റ്റാൻഡിൽ ചുറ്റിയിരുന്നത് ചോദ്യം ചെയ്തതിനെതിരെ വനിതാ SIയെ കൊണ്ട് മാപ്പ് പറയിച്ച് യുവാക്കൾ. കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് സംഭവം. എന്താണ് ബിലു ഇത്തരത്തിലൊരു സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ? കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് വനിതാ ASI കൊണ്ട് യുവാക്കൾ പരസ്യമായി മാപ്പ് പറയിച്ചത്. ബസ് സ്റ്റാൻഡിൽ ചുറ്റിത്തിരിയുന്നത് കണ്ട് ചോദ്യം ചെയ്ത ASI ജമീലയെ കൊണ്ടാണ് യുവാക്കൾ മാപ്പ് പറയിച്ചത്. സംഭവത്തിന്റെ വീഡിയോ പ്രചരിച്ചതോടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു ഈ സംഭവം നടന്നത്. സ്കൂൾ വിട്ട സമയത്ത് ബസ് സ്റ്റാൻഡിൽ സംഘടിച്ച ഒരു കൂട്ടം വിദ്യാർത്ഥികളോട് വനിതാ ASIയുടെ നേതൃത്വത്തിലുള്ള പിങ്ക് പോലീസ് തിരിച്ചു പോകാൻ നിർദ്ദേശിച്ചു. ഇതിനെ തുടർന്നാണ് സംഭവം നടന്നത്. ബസ് സ്റ്റാൻഡിൽ ലഹരി മാഫിയയുടെ അഴിഞ്ഞാട്ടം വ്യാപകമാണെന്ന് പരാതിയുള്ളതിനാൽ പോലീസിന്റെ സാന്നിധ്യം ഇവിടെ കർശനമാണ്. ഈ സാഹചര്യത്തിൽ ഇത്തരത്തിൽ കുട്ടികൾ കൂട്ടം കൂടി നിൽക്കുന്നത് ചോദ്യം ചെയ്തതിനെതിരെയാണ് ഉദ്യോഗസ്ഥരെ കൊണ്ട് മാപ്പ് പറയിച്ചത്. ഏതായാലും വിദ്യാർത്ഥികളാവട്ടെ ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ നിയമപാലകരെ കൊണ്ടൊക്കെ മാപ്പ് പറയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറിയിരിക്കുമ്പോൾ എത്രത്തോളം നമ്മുടെ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. കാരണം ലഹരിക്കെതിരെയുള്ള പോരാട്ടമായിരിക്കാം ഒരുപക്ഷെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനെതിരെ വിദ്യാർത്ഥികൾ ASI കൊണ്ട് മാപ്പ് പറയിക്കുക, അത് മാപ്പ് പറയാനായി ASI വില്ലിങ് ആവുക, അതൊക്കെ ദൃശ്യങ്ങളിലൂടെ പ്രചരിക്കുമ്പോൾ നമ്മുടെ പോലീസിന് തന്നെ ശരിക്കും വലിയ രീതിയിലുള്ള ഒരു ആശങ്കയാണ് ഇത്തരത്തിൽ നിൽക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റേതെങ്കിലും തരത്തിൽ മാപ്പ് പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഏതായാലും സ്പെഷ്യൽ ബ്രാഞ്ച് ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അനുജ, നിയമം കയ്യിലെടുക്കുന്ന ഒരു കൂട്ടം യുവാക്കളെയാണ് അവിടെ കാണാൻ സാധിച്ചത് എന്നാണ് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഉദ്യോഗസ്ഥരുടെ മേൽ ഇത്തരത്തിൽ ഉള്ളൊരു കാര്യങ്ങൾ ചെയ്യാൻ ആർക്കും ഇവിടെ അധികാരം ആരും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥർ എന്നുള്ളത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അവർ എന്തെങ്കിലും ഒരു പ്രവൃത്തികൾ കണ്ടാൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമൂഹത്തിലെ അനീതികൾ കണ്ടാൽ അതിനെതിരെ ഇടപെടുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശ ലക്ഷ്യം.
അപ്പോൾ എന്തായാലും ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു. വരും മണിക്കൂറിലെ വാർത്തകൾ അറിയാം.